ദൃക്സാക്ഷിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും ഒരു തത്സമയ സംരംഭത്തിലേക്ക് സ്വാഗതം. 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഇന്ന് കൊല്ലം ജില്ലയിലെ ആശ്രാമം മൈതാനത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള 75 നിറവിൽ കൊല്ലം എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതിന് വന്ന് എഴുതിയിട്ടേക്കുന്നത് 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ കൊല്ലം ജില്ലയിൽ നടക്കുന്നു. അവിടുത്തെ പൗലിയിൽ നിന്നുള്ള കാഴ്ചകൾ തത്സമയമാണ്. നമുക്ക് തന്നെ സ്വന്തമായി കൈകൊണ്ട് മറിക്കാം. ഓരോ പുസ്തകത്തിലെ പേജുകൾ മറിക്കുന്നത് പോലെ ഓരോന്ന് വായിച്ചു തരിക, മറിക്കുക. കടക്കും
ഇപ്പോൾ നമ്മളെ കാണുന്ന ദൃശ്യം കൊല്ലത്തു നിന്ന് കുതിച്ചുയർന്ന കായിക താരങ്ങളുടെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ വിനോദസഞ്ചാര മേഖലയെക്കുറിച്ചുള്ള അതായത് ജടായു പാർക്ക്, നാച്ചുറൽ പാർക്ക്, ചെന്തുരുണി വന്യജീവി സങ്കേതം, തെന്മല ഇക്കോ ടൂറിസം, മൺറോ തുരുത്ത്, തെന്മല ഡാം, നമുക്ക് ജില്ലയിൽ നിന്നും മന്ത്രിമാരായവർ എന്നുള്ളത് നോക്കാം. ജില്ലയിൽ നിന്നും മന്ത്രിമാരായ നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നും മന്ത്രിമാരായവർ ശ്രീ അച്യുതമേനോൻ, ശ്രീ ദാമോദരൻകുട്ടി, ഡി ദാമോദരൻകുട്ടി, ടി കെ ദിവാകരൻ, എം എൻ ഗോവിന്ദൻ നായർ, പി രവീന്ദ്രൻ, പി കെ രാഘവൻ, ജെ ചിത്രഞ്ജൻ, പി എസ് ശ്രീനിവാസൻ, ബേബി ജോൺ, ആർ ബാലകൃഷ്ണൻ, ഇ ചന്ദ്രശേഖരൻ നായർ, കെ എൻ ബാലഗോപാലൻ, ചിഞ്ചുറാണി, ജെ ബി സുരേഷ് കുമാർ, കണ്ണൂർ സുഭാഷ്, ടി വി രാമകൃഷ്ണപിള്ള, ബാബു ദിവാകരൻ, എം എ ബി പി, വിജയ് പ്രേമചന്ദ്രൻ, കെ ദിവാസ്, ശ്രീ ദിവാകരൻ, മുല്ലക്കര രത്നാകരൻ, കെ രാജി, ഷിബു ബേബി ജോൺ, കെ ബി സിക്ക. നാരുകൾക്കൊരുത്ത തുനിയ നേട്ടങ്ങൾ. തീപ്പട്ടിയുടെ നാട്. ആദ്യം കൂട്ടായ്മയിലൂടെ
മികവുളർത്തിയ ഒരു സ്വകാര്യ സ്ഥാപനം കോമോസ്. കൊല്ലത്തിൻ്റെ സ്വന്തം കശുവണ്ടി വ്യവസായം. ഇവിടെ ഈ പൗലിനകത്ത് വളരെയധികം തിരക്കാണ്. പതി സഖാക്കളും അനുഭാവികളുമായിട്ടുള്ളവർ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്ന് മുഴുവനും ഈ 75ൻ്റെ നിറവിൽ കൊല്ലം എന്ന ഈ പൗലിയനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്.
അതല്ലേ റോബോട്ടിക്സ് നമ്മുടെ ഭാവി തലമുറകൾക്ക് റോബോട്ടിക്കിൻ്റെ സാങ്കേതിക വിദ്യയും ലഭ്യമാക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളിലേക്കാണ് നമ്മൾ ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നത്. നമ്മളുടെ തദ്ദേശ ദിനത്തിന് അങ്ങനെ വെളിയിറങ്ങി പോകാം. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഇതായിട്ട് കിട്ടും. അതായത് ഇത് മേടിച്ച് 2 വയർ മൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഷോർട്ട് നിന്നാണ് ഇത് മൊട്ടിച്ച് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് ഇതിന് തൊട്ട് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്ന കേസിനകത്തോട്ട് സെറ്റ് ചെയ്യുക, അസംബിൾ ചെയ്യുന്നത്. അസംബിൾ ഇപ്പം പ്രത്യേകം ഒന്ന് അവിടെ ഈ വീട്ട് എയർ ഹീറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എയർ ഗ്യാപ്പിൽ ഹീറ്റുണ്ടായിരിക്കാൻ വേണ്ടി അവിടെ ഇതിൽ പേസ്റ്റ് ആണ് വെച്ചിട്ട് അതായത് നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. മതി, വേറെ പേസ്റ്റ് ഉണ്ട്, അതൊന്നും വേണമെന്നില്ല. നമ്മൾ എന്താ പറയുന്നത്? ഡയറക്റ്റ് മോഡം പറയാം. ഡയറക്റ്റ് മോഡ് 50 ആവശ്യം. ഡയറക്റ്റ് മോഡ് അല്ലേ? കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ പദ്ധതിയാണ് നഗരസഭകളിൽ കോർപ്പറേഷൻ നടപ്പിലാക്കുന്നത്. നഗരസഭകളിലെ കോർപ്പറേഷൻ സാറാണ് കുറച്ച് ബൈറ്റ് പറഞ്ഞു. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് എന്ന പദ്ധതി നമ്മുടെ കേരള സർക്കാരിൻ്റെ നടപ്പിലാക്കുന്നത്. നഗരസഭകളിലെ എല്ലാ പ്രോജക്റ്റ് മാനേജ്മെന്റ്
താങ്ക് യു സർ. ഈ കൈ രണ്ടും നമ്മൾ തട്ടിയിട്ട് മാറ്റുക. മാറ്റിന് ശേഷം ഈ കൈ കൊണ്ട് ചുറ്റി പിടിക്കണം. കാരണം ഈ ആൾ എപ്പോൾ വേണേലും കുഴഞ്ഞു വീഴാം. വീണാൽ നമ്മുടെ കയ്യിലും കാലും അവിടെ നിൽക്കണം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ മാക്സിമം കുനിച്ച് നിർത്തുക. കുനിച്ച് നിർത്തിയതിന് ശേഷം ഈ രണ്ട് ഷോൾഡർ ബ്ലേഡുകൾക്കിടയിൽ നമ്മുടെ ഈ പവർ ഹാൻഡ് വെച്ചിട്ട് സ്ലാപ്പിംഗ് മെത്തേഡ് 5 എണ്ണം അങ്ങോട്ട് ചെയ്യുക. 1, 2, 3, 4 എന്ന് പറഞ്ഞ 5 എണ്ണം അടിക്കുക. അടിച്ചതിന് ശേഷവും വന്നില്ല എങ്കിൽ നമ്മുടെ പവർ ഹാൻഡ് അതുകൊണ്ട് ഇതുപോലെ ചുറ്റിപ്പിടിക്കുക. സാധാരണ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ പിടിക്കാറുണ്ട്. അങ്ങനെയല്ല, ഇതുപോലെ ചുറ്റിപ്പിടിച്ചിട്ട് നമ്മുടെ നേവലിന് മുകളിലേക്ക് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അകത്തോട്ടും മുകളിലേക്ക് പ്രസ് ചെയ്യുക. അകത്തോട്ട് മുകളിലേക്ക് ഇങ്ങനെ ഹെംലിച്ച് മാനുവർ അല്ലെങ്കിൽ അബ്ഡമൽ ത്രസ്റ്റ് അത് 5 എണ്ണം ചെയ്യുമ്പോൾ എന്താണ് ഈ സാധനം പുറത്തേക്ക് വരും. ഇനി ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും? ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ തന്നെ എന്താണ് ഇതിനെ പ്രസ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ കസേരയുടെയും വീഴ്ചയുടെയും ഒക്കെ ഈ അറ്റഭാഗത്തേക്ക് വന്നിട്ട് ഈ വയറിന്റെ ഭാഗം വന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. കേരള ഫയർ ആൻഡ് റെസ്ക്യൂസിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നമ്മളൊരു അപകടത്തിൽപ്പെട്ട ഒരാളിൻ്റെ അവസ്ഥയെക്കുറിച്ച് രക്ഷകർക്ക് വേണ്ടി വിശദീകരിച്ചത്. നഗരത്തിലെ 12 ഡിവിഷനുകളിൽ നിന്ന് ശേഖരിക്കുന്ന 1,20,00,000 ലിറ്റർ മലിനജലം സംസ്കരിച്ച് ഇത് കേരള സർക്കാരിൻ്റെ സാംസ്കാരിക കാര്യവകുപ്പ് ഒരുമ പൈതൃകം കരകൗശല വസ്തുക്കളെ പ്രദർശനം ഇതെല്ലാം തഴ കൊണ്ട് നിർമ്മിച്ച സാധനങ്ങളാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്.
പുനലൂർ നഗരസഭയുടെ യുവകർഷക അവാർഡ് ലഭിച്ച ശ്രീമതി അശ്വതിയുടെ ശില്പശാലയിലേക്ക് നമുക്ക് നോക്കാം. ഇതെല്ലാം ഈ ഇവിടെ ഇരിക്കുന്ന ഉപകരണങ്ങൾ മിക്കതും ചിരട്ട കൊണ്ട് നിർമ്മിച്ചതാണ് കൂടുതൽ വസ്തുക്കളും. അതുപോലെ തന്നെയാണ് ഇവിടെയും ചിരട്ട കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളാണ്. ഇത് കേരള സർക്കാരിൻ്റെ തന്നെ അടുക്കള കൈകരി കൃഷിത്തോട്ടം നടത്തുന്ന കാര്യം നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ തത്സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഹലോ, അവിടെ തുടങ്ങാറായെന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഞാൻ കയറിപ്പണ്ട്. ഇതെല്ലാം നിനക്കല്ലേ കാണിക്കുന്നു പറഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നതിനകത്തുനിന്ന് ഇറങ്ങിപ്പോവാൻ ഇല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. 24ാം CPIM 24ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ആശ്രമം മൈതാന സമ്മേളന നഗരിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള പൗർണിമയിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി എത്തിച്ചത്. ഈ സംരക്ഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.